ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഓരോരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കയറിയിട്ട് നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മളെ ഗ്രൂപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ കൂടുതൽ ഇതിനോട് അനുബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കുകൾ ഷെയർ ചെയ്യാനും അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഇപ്പോൾ 100 സംതിങ് മെമ്പേഴ്സ് ആയിട്ടുണ്ട്, 120 മെമ്പേഴ്സ് എങ്ങാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഷുഗർ ബീഡ് വർക്ക് വിത്ത് ബാക്ക് സ്റ്റിച്ച് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് പേരൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ വർക്കും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ വലിയ ഡിസൈൻസ് ഒക്കെ എടുത്ത് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് മാത്രം. ഞാൻ ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കട്ട് ട്യൂബ് വർക്കാണ്. കട്ട് ട്യൂബ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം നമ്മളുടെ ഷുഗർ ബീഡ് വർക്ക് എങ്ങനെയാണോ ചെയ്തത് സെയിം അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ കട്ട് ട്യൂബ് വർക്കും ചെയ്യുന്നത്. കട്ട് ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഡ്സ് അല്ല, കട്ട് ട്യൂബാണ്. അതൊരു ബീഡ്സിൽ പെടുന്നതല്ല കേട്ടോ. ഇത് ഡിഫറെൻ്റ് ആണ് തികച്ചും. ഷുഗർ ബീഡും കട്ട് ട്യൂബും നല്ല ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മെറ്റീരിയൽസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കട്ട് ട്യൂബ് എന്താണെന്നുള്ളത്. അപ്പം കട്ട് ട്യൂബ് വിത്ത് ബാക്ക് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സെയിം ഷുഗർ ബീഡ്സിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത്, ഷുഗർ ബീഡ്സിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരിച്ച് പറയുന്നില്ല. പിന്നെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാനുണ്ട്, മീൻസ് ഈ വർക്കിനെ കുറിച്ച്. അപ്പോൾ ഷുഗർ ബീഡ് വർക്കിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ കട്ട് ട്യൂബ് ആദ്യം ബാക്ക് സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. അപ്പോൾ മെഷീൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബാക്ക് സ്റ്റിച്ച് നമ്മൾ എങ്ങനെ ചെയ്യുക, നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഓൾറെഡി എംബ്രോയ്ഡറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടവർക്ക് ഇത് മനസ്സിലാവും, ബാക്ക് സ്റ്റിച്ച് എന്താണെന്ന് മനസ്സിലാവും. അത് കാണാത്തവരുണ്ടെങ്കിൽ പുതിയതായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്നവരാണെങ്കിൽ നമ്മളിപ്പോൾ 60ാമത്തെ ക്ലാസ്സാണ്, ഇന്നത്തെ ക്ലാസ്സും കൂട്ടി 60ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ആദ്യം മുതലേ നമ്മുടെ ക്ലാസ്സുകൾ കാണുക. ഫസ്റ്റ് എംബ്രോയ്ഡറി തൊട്ട് ബിഗിനേഴ്സിന് തൊട്ട് പഠിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ പഠിപ്പിച്ച് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ കാണുക. കണ്ടു കഴിഞ്ഞാലാണ് ഞാനിപ്പോൾ ചെയ്യുന്ന എംബ്രോയ്ഡറി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളുടെ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ പോയി കാണാം കേട്ടോ. അപ്പോൾ ബാക്ക് സ്റ്റിച്ചിൽ കട്ട് ട്യൂബ് വർക്കാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ബാക്ക് സ്റ്റിച്ച് എടുത്തതിന് ശേഷം 3 കട്ട് ട്യൂബ് അതിലോട്ട് ഇട്ടിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് എടുത്തു. നെക്സ്റ്റ് നമ്മളുടെ ബാക്ക് സ്റ്റിച്ച് 3 കട്ട് ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ ഷുഗർ ബീഡ് നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്തത്. 3 ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ കട്ട് ട്യൂബും സെയിം അതേ മെത്തേഡ് തന്നെയാണ്. ഇതെന്തിനാണ് ഈ 3 വെച്ച് ചെയ്യുന്നതെന്ന്, അതുപോലെ തന്നെ എന്തിനാണ് ഇതിൽ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ 3 ബീഡ്സ് എടുത്തു, ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം എടുക്കുന്ന ബാക്ക് സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ആദ്യം എടുത്ത ബാക്ക് സ്റ്റിച്ചിലെ, അതായത് ആദ്യം എടുത്ത ട്യൂബിലെ 3 ട്യൂബ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ അവസാനത്തെ ട്യൂബിൻ്റെ ഉള്ളിലൂടെ വേണം ഇത് അവസാനിപ്പിക്കാനായിട്ട്, ആ സ്റ്റിച്ച് അവസാനിപ്പിക്കാനായിട്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇത് ഒന്നുകൂടെ ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ അത് ഫിനിഷ് ചെയ്ത് വിടാം, പക്ഷേ ആ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഉറപ്പോടുകൂടി നിൽക്കാനും ഒരേ അലൈൻമെൻറ്റിൽ, അതായത് നമ്മളുടെ ഡിസൈൻ എന്താണോ ആ ഒരു ഡിസൈനിൽ നിൽക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കാനായിട്ട് പറയുന്നത്. സെയിം നമ്മൾ ഷുഗർ ബീഡ്സിൻ്റെ വർക്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് പോയി കാണുക. അത് എന്ത് എംബ്രോയ്ഡറിയിലാണ് ചെയ്തിരിക്കുന്നത് അറിയണമെങ്കിൽ എംബ്രോയ്ഡറി അറിയുന്നവർക്ക് ഞാൻ പറയുമ്പോൾ അറിയാമായിരിക്കും ബാക്ക് സ്റ്റിച്ച് എന്താണെന്നുള്ളത്. അത് അറിയാത്തവർക്ക് നമ്മൾ ആദ്യം മുതൽ ക്ലാസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കിയാൽ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് എംബ്രോയ്ഡറി ക്ലാസ്സസ് എന്ന്. അതിൽ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് മുതൽ കണ്ടു കഴിഞ്ഞാലാണ് ഇനി വരുന്ന, അതായത് ഈ ഒരു
ബീഡ്സിൻ്റെ ആയിക്കോട്ടെ, നമ്മുടെ എന്ത് സ്റ്റിച്ചാണ്, സീക്വൻസ് ആയിക്കോട്ടെ, എന്ത് സ്റ്റിച്ചാണെങ്കിലും അത് ഏത് തരം സ്റ്റിച്ചാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മുതൽ ക്ലാസ് കാണണം. അപ്പോൾ ആദ്യം മുതൽ പോയി ക്ലാസ് കാണുക. എന്നിട്ട് നിങ്ങളുടെ സമയാനുസരണം ഓരോ വർക്ക്സും കാര്യങ്ങളും ചെയ്യുക. പതുക്കെ പതുക്കെ ഇവിടേക്ക് എത്തിയാലും മതി. ആദ്യം തന്നെ ഈ സ്റ്റിച്ച് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, നോ പ്രോബ്ലം. ആദ്യം മുതൽ തന്നെ കാണണം, അല്ലെങ്കിൽ ആദ്യം മുതൽ പഠിക്കണം. ഒരു സ്റ്റാർട്ടിങ് ബിഗിനേഴ്സ് എങ്ങനെയാണോ പഠിക്കുക അതുമുതൽ നിങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് മുതലുള്ള ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ് എവിടെ എത്തി. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ചിൽ ഈ ഒരു 3 ബീഡ്സ് വെച്ചിട്ട് 3 കട്ട് ട്യൂബ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സെയിം ഷുഗർ ബീഡ്സിൻ്റെ മെത്തേഡാണ്. അപ്പോൾ ഞാൻ കൂടുതൽ അതിന് വിവരിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പറയാനുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വിട്ടുപോയി പറയാനായിട്ട്. അതുപോലെ തന്നെ വർക്ക് ചെയ്ത് കാണിച്ചു തന്ന അവർക്കും കൂടെ കുറച്ച് യൂസ്ഫുൾ ആവുന്ന കുറച്ച് മെത്തേഡ്സ് പറഞ്ഞുതരാം. അതുപോലെ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നവർക്കും ഇത് യൂസ്ഫുൾ ആവും. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ബാക്ക് സ്റ്റിച്ച് ഒക്കെ കഴിഞ്ഞു, നമ്മൾ അതായത് നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്തു, അത് കഴിഞ്ഞ് മോട്ടിഫിൽ ചെയ്തു. മോട്ടിഫിൽ ചെയ്യുമ്പോൾ തന്നെ സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ക്ലിയർ മീൻസ് ഫസ്റ്റ് തന്നെ ഒരു കിട്ടും. മീൻസ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്, എത്ര അളവ് നമ്മൾ വിടണം, അതായത് ഒരു 3 ബീഡ്സിന് എത്ര അളവ് ബാലൻസ് വെക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടും. മോട്ടിഫൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം ക്ലിയർ ആവും. പിന്നെ നിങ്ങൾക്ക് ഡിസൈൻ മീൻസ് നിങ്ങളുടെ ഡ്രസ്സിൽ എങ്ങനെ ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ആയിട്ടും ചെയ്യാം, ഫില്ലിംഗ് ആയിട്ടും ചെയ്യാം. അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും അങ്ങനെ തന്നെയാണ്, ഔട്ട്ലൈനും ഫില്ലിങ് ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് സ്പീഡാവുണ്ടോ? അപ്പോൾ ഓക്കെ. അപ്പം എന്താ പറയാമെന്ന് കാര്യം വിട്ടുപോയി. അപ്പം കറക്റ്റായിട്ട് അതിൻ്റെ അളവ്, അതായത് ആദ്യം അറിയാത്തവരുണ്ടെങ്കിൽ മീൻസ് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ബീഡ്സ് എടുത്ത് അതിൻ്റെ താഴേക്ക് ആക്കി ത്രെഡ് ഫുള്ളായിട്ട് വലിച്ച് അതിൻ്റെ താഴേക്ക് ആക്കി കറക്റ്റ് എവിടെയാണോ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് അവസാനിപ്പിക്കേണ്ടത് കറക്റ്റ് അവിടെ വെച്ച് അവസാനിപ്പിക്കുക. ശേഷം അതുപോലെ ബാക്ക് സ്റ്റിച്ച് എടുത്ത് ആദ്യം അങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് കുറച്ചാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും 3 ട്യൂബിന് എത്ര ഗ്യാപ്പ് വിടണം എന്നുള്ളത്. അപ്പോൾ അത് ആദ്യം ഒന്ന് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ആ ആദ്യം സ്റ്റിച്ച് എടുത്ത് രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഫസ്റ്റത്തെ 3ാമത്തെ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇടാതെ ചെയ്യരുത്, ഇട്ടിട്ട് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ചിൽ തന്നെ ചെയ്യുക. ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം, നമ്മളെ മോട്ടിഫിലോട്ട് കിടക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ക്ലാസ് കാണുന്നവർ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഓരോ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൻ്റെ ഇടയിൽ ഇങ്ങനെയായിരിക്കും പറയുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവുന്ന കാര്യങ്ങൾ പെട്ടെന്നായിരിക്കും പറയുക. അപ്പോൾ അതുപോലെ തന്നെ നോട്ട്സും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നോട്ട്സ് എഴുതണമെങ്കിലും ഈ ക്ലാസ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇടയിലായിരിക്കും മോട്ടിഫിലോട്ട് മീൻസ് നമ്മൾ മോട്ടിഫിലോട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നോട്ട്സ് പറഞ്ഞുതരാം. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഇതിൻ്റെ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് തന്നെ ക്ലാസ് കാണണം. അപ്പോൾ ഇടയിലൊക്കെ ആയിരിക്കും കേട്ടോ പറയുക. അപ്പോൾ നമ്മൾ ഇതിന് ഒരു എക്സ്ട്രാ സ്റ്റിച്ചും കൂടെ കൊടുക്കണം. അപ്പോൾ എക്സ്ട്രാ സ്റ്റിച്ച് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളത് ഷുഗർ ബീഡ്സിൻ്റെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പം ഈ ഒരു എക്സ്ട്രാ സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ കട്ടി കൂടിയ ഡ്രസ്സിലൊക്കെ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല, എക്സ്ട്രാ സ്റ്റിച്ചിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് സ്റ്റിച്ച് എങ്ങനെ കൊടുക്കുന്നതെന്ന് ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് അതിന് ശേഷം നമ്മൾ അത് എന്തിനാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ ബീഡ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, മീൻസ് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എവിടെ നിന്നാണ് നമ്മളുടെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നും ആദ്യം സൂചി കുത്തി മീൻസ് നമ്മൾ മെഷീൻ ത്രെഡ് തന്നെയാണ് 2.7 എടുക്കുക. മുകളിലോട്ട് എടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അവിടെ നിന്നും ഒരു സ്റ്റിച്ച് മുകളിലോട്ട് എടുത്തതിന് ശേഷം പിന്നെ എൻഡ് ചെയ്യുന്നത് നമ്മൾ ഡിസൈൻ അവസാനിക്കുന്ന അവിടെയാണ് കേട്ടോ. ഫുൾ നമ്മളുടെ സ്റ്റാർട്ട് ചെയ്ത അവിടെ നിന്നും ഫുൾ നമ്മളുടെ ഡിസൈൻ, അതായത് ഇപ്പോൾ സ്ട്രൈറ്റ് ആണെങ്കിൽ ആ ഒരു സ്ട്രൈറ്റ് സ്റ്റിച്ചിലൂടെ ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു ട്യൂബിലൂടെ ഫുള്ളായി ഈ ഒരു ത്രെഡ് ഫുള്ളായിട്ട് എവിടം വരെയാണോ നമ്മളുടെ ഡിസൈൻ അവസാനിക്കുന്നത് അവിടം വരെയും ഫുൾ ഈ ട്യൂബിലൂടെ തന്നെ എടുക്കുക. നമ്മുടെ ക്ലോത്തിലോട്ട് ഈ ഒരു സൂചി അറ്റാച്ച് വരുന്നേ ഇല്ല, ആദ്യം സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാത്രമേ വരുന്നുള്ളൂ. അതിനിടയിൽ എവിടെയും നമ്മളുടെ സൂചിയും ക്ലോത്തും ആയിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും വരുന്നില്ല. അപ്പോൾ അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ ഡിസൈനിൻ്റെ എൻഡിലാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് അത് അവസാനിപ്പിക്കുക, എന്നിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ
കട്ടിയുള്ള ക്ലോത്തുകളിലാകുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ബാക്ക് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കട്ടി കൂടിയ ക്ലോത്തിൽ മാത്രമല്ല നമ്മൾ ഡിസൈനിങ് ചെയ്യുക. നമ്മൾ തിന്നായിട്ടുള്ള ക്ലോത്തുകളും നെറ്റിൻ്റെയും അതുപോലെ തന്നെ ഷിഫോൺ ഫാബ്രിക്കിലൊക്കെ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യും, അതായത് ബീഡ്സിൻ്റെ വർക്ക് ചെയ്യും. അപ്പോൾ അതിലൊക്കെ ആകുമ്പോൾ ആ ക്ലോത്തിന് വെയിറ്റ് കുറവായിരിക്കും നോർമലി. അപ്പോൾ നമ്മുടെ ബീഡ്സിന് വെയിറ്റ് കുറവായിരിക്കും. മീൻസ് ബീഡ്സിനല്ല, നമ്മുടെ ക്ലോത്തിന് വെയിറ്റ് കുറവായിരിക്കും, ബീഡ്സിന് വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ബീഡ്സിന് വെയിറ്റ് കൂടുമ്പോൾ നോർമലായിട്ട് അത് തൂങ്ങിക്കിടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നമ്മളുടെ ഡിസൈനിൽ വെച്ച അലൈൻമെൻറ്റ് മാറിക്കിടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്ട്രാ സ്റ്റിച്ച് കൊടുക്കുന്നത്. ഓൾറെഡി ബാക്ക് സ്റ്റിച്ചിലാണ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കൂടി ഈ ഒരു എക്സ്ട്രാ സ്റ്റിച്ചും കൂടെ വരുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. അത് ഈ ഒരു നമ്മളുടെ ക്ലോത്ത്, നമ്മളുടെ വെയിറ്റ് കുറവായിട്ടുള്ള ക്ലോത്തുകളിൽ നമ്മളുടെ ഈ ഒരു ട്യൂബാണെങ്കിലും ബീഡ്സ് ആണെങ്കിലും തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ കട്ടിയുള്ള ക്ലോത്തുകൾ നമുക്ക് അതിൻ്റെ ആവശ്യം വരില്ല. ആവശ്യം ഉണ്ടെങ്കിൽ, അതായത് ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. ചെയ്താൽ അത്രയും മീൻസ് പെർഫെക്റ്റായി കിട്ടും. അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നെറ്റിലോ മീൻസ് മറ്റേ വേറെ ഫാബ്രിക്കുകൾ, അതായത് വെയിറ്റ് കുറവായിട്ടുള്ള ഫാബ്രിക്കുകളിലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഈ ഒരു എക്സ്ട്രാ സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്റ്റിച്ച് കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോട്ടിഫിലോട്ട് കിടക്കാം. മോട്ടിഫിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മോട്ടിഫ് ചെറിയൊരു ഡിസൈനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വലിയ ഡിസൈനൊന്നും എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീണ്ടും മീൻസ് പറഞ്ഞതിന് പറഞ്ഞ് നിങ്ങളുടെ എന്താ പറയുക, ക്ലാസ് കാണാനുള്ള ഒരു ഇത് നമ്മളായിട്ട് കളയുന്നില്ല, ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് ചെയ്തെടുത്തിട്ട് വരാം. സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. നമ്മൾ ഡിസൈൻ നമുക്ക് ഫില്ലിംഗ് ആയിട്ട്, ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൽ ഔട്ട്ലൈൻ മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഫില്ലിംഗ് ആയിട്ടും ചെയ്യാം കേട്ടോ. ഈ ഒരു കട്ട് ട്യൂബ് ഫില്ലിംഗ് ആയിട്ടും ചെയ്യാം, ഔട്ട്ലൈൻ ആയിട്ടും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് പിൻട്രസ്റ്റിലും ഗൂഗിളിലും ക്രോമിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ മീൻസ് വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് വരയ്ക്കാനുള്ള മെത്തേഡ്, അതായത് ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കോപ്പി ചെയ്ത് മീൻസ് നമുക്ക് പേപ്പറിലൊക്കെ കോപ്പി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് മൊബൈലിൽ തന്നെ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മളുടെ A4 ഷീറ്റിലോ നമ്മുടെ ബട്ടർ പേപ്പറിലൊക്കെ ഡിസൈൻ സിമ്പിളായിട്ട് നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അതുപോലെ തന്നെ നമുക്ക് നോട്ട്സ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ നോട്ട്സ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ നമ്മളുടെ ആ ഒരു ഷുഗർ ബീഡിൽ ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡാണ് ഈ ഒരു കട്ട് ട്യൂബിലും വരുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഞാൻ നോട്ട്സ് പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു കട്ട് ട്യൂബ് വർക്ക് ചെയ്യുന്നത് കട്ട് ട്യൂബ് ഉപയോഗിച്ചിട്ടാണ്. ബാക്ക് സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. മെഷീൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നമ്പർ 12 നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നീഡിലിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നീഡിലിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് നീഡിലിൻ്റെ വണ്ണം കുറയും, നമ്പർ കുറയുന്നതിനനുസരിച്ച് വണ്ണം കൂടും. അങ്ങനെയാണ് നീഡിലിൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു കട്ട് ട്യൂബ് എന്ന് പറയുന്നത് പല നിറങ്ങളിലും പല വലിപ്പത്തിലും നമുക്ക് ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ട്യൂബിൻ്റെ അതേ കളറ് ത്രെഡ് തന്നെ യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ത്രെഡിൻ്റെ കളറ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ നെക്കിലും സ്ലീവിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ബീഡിൻ്റെ കളറാണെങ്കിലും ട്യൂബിൻ്റെ കളറാണെങ്കിലും ആ സെയിം കളർ യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ ബോട്ടം ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ബോട്ടമൊക്കെ നമുക്ക് പുറത്ത് കാണില്ലേ. അപ്പോൾ ബോട്ടത്തിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സിൻ്റെ കളർ ത്രെഡ് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നീഡിൽ മീൻസ് നമ്മുടെ ട്യൂബിൻ്റെ കളറ് ത്രെഡ് തന്നെ യൂസ് ചെയ്യുക. ബോട്ടത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഡ്രസ്സിൻ്റെ കളർ ത്രെഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മെഷീൻ ത്രെഡിലാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത്. മെഷീൻ ത്രെഡിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഉറപ്പ് കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് മെഷീൻ ത്രെഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ചിൽ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ എംബ്രോയ്ഡറിയിൽ തന്നെ ഏറ്റവും ഉറപ്പ് കൂടിയ ഒരു സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചാണ് നമ്മൾ ഈ ഡിസൈനിങ്, അതായത് ബീഡ്സ് എംബ്രോയ്ഡറി, ട്യൂബ് എംബ്രോയ്ഡറി, അതുപോലെ തന്നെ സീക്വൻസ് എംബ്രോയ്ഡറിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു മെഷീൻ ത്രെഡാണ്. അതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ചാണ് ഏറ്റവും നമ്മളുടെ എംബ്രോയ്ഡറിയിൽ ഉറപ്പ് കൂടിയ സ്റ്റിച്ച്. അത് നമ്മൾ ഫസ്റ്റ് ബാക്ക് സ്റ്റിച്ചിൻ്റെ ക്ലാസ്
എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ബാക്ക് സ്റ്റിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒരു ബിഗിനർ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു എംബ്രോയ്ഡറി അല്ല നമ്മുടെ ക്ലാസ്സിൽ, ഇത് 60ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ എംബ്രോയ്ഡറിൻ്റെ ഒത്തിരി ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുതലേ തന്നെ കാണുക. നിങ്ങളൊരു ഫാഷൻ ഡിസൈനർ ആവാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്മളെ ചാനലിൽ ഫസ്റ്റ് മുതൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളും നമ്മളുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യാൻ പോകുന്നുമുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ആദ്യം മുതലേ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് ഞാൻ ഇപ്പോൾ പറയുന്ന ഈ സ്റ്റിച്ച് എന്താണെന്നും ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഈ ഒരു ക്ലാസ് കണ്ടതുകൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഒരു ബിഗിനർ ആണെങ്കിൽ മനസ്സിലാവില്ല, നിങ്ങൾക്ക് അറിയുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് വിവരിച്ച് തരേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും, ബിഗിനർക്കും, ഒരു ഒട്ടും അറിയാത്ത ഒരാൾക്കും, പിന്നെ എല്ലാം അറിയുന്ന ഒരാൾക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ക്ലാസ് എടുത്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുകയുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് മെഷീൻ നൂലിലാണ് ചെയ്യുന്നത്, ബാക്ക് സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് താഴെ നിന്ന് മുകളിലോട്ട് സൂചി കുത്തിയെടുത്തതിന് ശേഷം 3 ട്യൂബ് നമ്മൾ അതിലോട്ട് വെച്ച് ബാക്ക് സ്റ്റിച്ച് എടുത്ത് വീണ്ടും അടുത്ത ബാക്ക് സ്റ്റിച്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുത്ത ആ ഒരു ലാസ്റ്റ് ട്യൂബിൽ അതിലൂടെ എടുത്തതിന് ശേഷം അടുത്ത സ്റ്റിച്ച് എടുക്കുമ്പോൾ വീണ്ടും 3 ട്യൂബ് ഇട്ട് നമ്മൾ ആദ്യം എടുത്ത 3 ട്യൂബിലെ അവസാനത്തെ ട്യൂബിൻ്റെ ഉള്ളിലൂടെ ആണ് ഈ ഒരു അടുത്ത സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ളായിട്ട് ചെയ്യുക. ഇത് നമ്മൾ ഫില്ലിംഗ് ആയിട്ടും യൂസ് ചെയ്യും, ഔട്ട്ലൈൻ ആയിട്ടും യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ അടുത്തത് പറയാനുള്ളത് 3 ട്യൂബ് കോർത്തിട്ട് തന്നെ ചെയ്യണം. 3 ട്യൂബ് മാത്രം കോർത്തിട്ട് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം ഇതിന്, അതായത് നമ്മളുടെ ഈ ഒരു നിങ്ങൾക്ക് കൂടുതൽ ട്യൂബ്, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ സമയത്തിനനുസരിച്ച് ചിലപ്പോൾ കൂടുതൽ ട്യൂബ് എടുത്ത് ചെയ്യാൻ നോക്കും. അത് നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ പുറത്തൊരാൾക്ക് വർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടെ, നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൂടെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറാനുള്ള നല്ല ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഉറപ്പോടുകൂടിയും വൃത്തിയോടുകൂടിയും പെർഫെക്ഷനായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 3 ട്യൂബ് അല്ലെങ്കിൽ 2 ട്യൂബൊക്കെ എടുത്ത് ചെയ്യാനായിട്ട് പറയുന്നത്. സമയം ഒരുപാട് എടുക്കും, എന്നാലും നമുക്ക് വൃത്തിയായിട്ടുള്ള ഒരു സ്റ്റിച്ചായിരിക്കും, അതായത് വൃത്തിയായിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. 3 അല്ലെങ്കിൽ 2 എടുത്തിട്ട് തന്നെ ചെയ്യുക. ട്യൂബിൻ്റെ വലുപ്പം അനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ട്യൂബ് നമുക്ക് 3 എടുത്ത് ചെയ്യാം, ഇതിനേക്കാളും വലിയ ട്യൂബ് ഉണ്ടാവും, അത് 2 എടുത്ത് ചെയ്യാം. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി, അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി. അതൊരു നമ്മൾ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ കൂടെ അങ്ങനെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾ എളുപ്പപ്പണിക്ക് വേഗം 5 ട്യൂബും അല്ലെങ്കിൽ 7 ട്യൂബും ഒക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ അത് അതിനേക്കാളും ബുദ്ധിമുട്ടാവും. അതിപ്പോൾ നമ്മളൊരു പുറത്തൊരു കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടെ അവർക്ക് അത് ഒരു തവണ യൂസ് ചെയ്ത് അടുത്ത തവണ ഉപയോഗിക്കാൻ മീൻസ് ആ ഡിസൈനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിയിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ വിഷമം വരുന്നത്, മീൻസ് നിങ്ങൾക്കായിരിക്കും അതിൻ്റെ നെഗറ്റീവ് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വൃത്തിക്ക് തന്നെ ചെയ്യുക, ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വളവോ തിരിവോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പൂവാണ് നമ്മൾ ഇപ്പോൾ ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെക്കുക, ഒരു ഫ്ലവറാണ് വെക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു എക്സ്ട്രാ സ്റ്റിച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്ട്രാ സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു എതള് ആദ്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫുള്ളായിട്ട് ആ ഒരു എക്സ്ട്രാ സ്റ്റിച്ച് കൊടുക്കണമെന്ന്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു പൂ കംപ്ലീറ്റ് നമുക്ക് ഒരു എക്സ്ട്രാ സ്റ്റിച്ച് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു എതൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക, അടുത്ത എതൾ കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെ ഓരോരോ എതൾ ബേസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അല്ലാതെ ഒറ്റ നൂലിൽ തന്നെ ഫുള്ളായിട്ട് ആ ഒരു ഫ്ലവർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അവിടെ വളവ് വരും, ഡിസൈൻ മാറിപ്പോവും, ആ കോർണർ പോർഷൻസൊക്കെ മാറിപ്പോവും. അപ്പം അങ്ങനെ ചെയ്യരുത്. അപ്പോൾ സമയമെടുത്ത് തന്നെ ചെയ്യുക. ഏതൊരു കാര്യമാണെങ്കിലും കൂടെ സമയമെടുത്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത് അല്ലേ. അപ്പോൾ അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ നോട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ബാക്കി എക്സ്ട്രാ സ്റ്റിച്ചിൻ്റെ കാര്യം പറയാനുള്ളത്. അപ്പോൾ എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങനെയാണോ ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ഡിസൈൻ അനുസരിച്ച് തന്നെ ചെയ്യുക. അല്ലാതെ ഒറ്റ നൂലിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യരുത്, സമയം നോക്കി ചെയ്യരുത്. വർക്ക് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യുക.
ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എക്സ്ട്രാ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് അവിടെ തുടങ്ങി ഒരു എൻഡിങ്ങിൽ അവസാനിപ്പിക്കുന്നു. അല്ലാതെ ഇടയിൽ നമ്മൾ ആ ഒരു ക്ലോത്തും നീഡിലുമായിട്ട് യാതൊരു അറ്റാച്ച്മെൻറ്റും വരുന്നില്ല. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും മനസ്സിലാകുകയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ ക്ലിയർ ചെയ്യാം. ഒത്തിരി മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയറാൻ ഒന്നുകൊണ്ടും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാവരും ഗേൾസ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് പഠിക്കുന്നവരുണ്ട്, മീൻസ് അതായത് ഓൾറെഡി ഇതിനെക്കുറിച്ച് എല്ലാം അറിയുന്നവരുണ്ട്, സ്റ്റിച്ചിങ് അധികം കൂടുതൽ ചെയ്യുന്നവരുണ്ട്, ബിഗിനർ ഉണ്ട്, ഒന്നും അറിയാത്ത ആൾക്കാരുണ്ട്, സ്റ്റാർട്ടിങ് മുതൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനും അതുപോലെ തന്നെ ക്ലിയർ ചെയ്ത് തരും. എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനായിട്ടുള്ളത്. സെയിം ഷുഗർ ബീഡിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്തത് ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നീട്ടി വലിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ സെയിം ആ ഒരു മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ വന്ന് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനും നമ്മുടെ വർക്ക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് പരസ്പരം നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കല്ല, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ വർക്കുകൾ ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് തെറ്റ് അത് തിരുത്തി തരാനുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളിപ്പോൾ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ കണ്ടു, അത് നിങ്ങൾ ചെയ്തു, പക്ഷെ അത് നിങ്ങൾ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടീച്ചർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കാണിച്ചു കൊടുത്ത് അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, ഞാനിനി എന്തെങ്കിലും തെറ്റ് തിരുത്താനുണ്ടോ, അത് തെറ്റുണ്ടോ, അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് കാണിച്ചു കൊടുക്കണമല്ലേ. അപ്പോൾ ആ കാണിച്ച് കൊടുക്കാതിരുന്ന് മീൻസ് നിങ്ങളിപ്പോൾ ഇത് ചെയ്തു, അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും കൂടെ നിങ്ങൾക്ക് അത് എങ്ങനെ തിരുത്തേണ്ടതെന്നുള്ളത് നിങ്ങൾക്കറിയില്ല. അതിൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചാലാണ് അത് തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ തെറ്റ് മനസ്സിലാവുള്ളൂ. അത് ആൾ പറഞ്ഞു തരും ഇങ്ങനെയാണ് തെറ്റെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഗ്രൂപ്പ് തുടങ്ങിയത്. അപ്പോൾ ഒത്തിരി പേര് നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജസും കാര്യങ്ങളും അതുപോലെ തന്നെ വർക്ക്സും കാര്യങ്ങളും ഒക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണോ അതിൽ വരുന്ന മിസ്റ്റേക്സ് അത് ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വേറെ നിങ്ങൾക്കൊരു പ്രോബ്ലവും വരുന്നില്ല. മീൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് കൊണ്ട് വേറെ ഒരു പേഴ്സണലായിട്ടൊരു പ്രോബ്ലംസും വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അത് എന്നെ ഇൻഫോം ചെയ്താൽ മതി. എൻ്റെ നമ്പറാണ് അതിലുള്ളത്. അപ്പോൾ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക, പേഴ്സണലായിട്ട് ഇൻഫോം ചെയ്യുക. ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് നമ്മൾ ആ ഗ്രൂപ്പ് കൊണ്ടുപോകുന്നത്. ഇന്ന് വരെ ജോയിൻ ചെയ്ത ഒരാൾക്കും അതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നിങ്ങൾ പേടിച്ചിട്ട് ആരും ജോയിൻ ചെയ്യാതെ ഇരിക്കരുത്. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിലും നിങ്ങളുടെ വർക്ക് പെർഫെക്റ്റ് ആക്കണമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണമെങ്കിൽ നിങ്ങളുടെ തെറ്റ് തിരുത്തണമെങ്കിൽ അതിനൊരു പ്ലാറ്റ്ഫോം വേണം. എന്തായാലും നമ്മൾ ഈ ഒരു യൂട്യൂബിൽ ക്ലാസ് കണ്ടു ചെയ്തു അതൊക്കെ ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് തിരുത്തണമെങ്കിൽ അതിനൊരു പ്ലാറ്റ്ഫോം എന്തായാലും വേണം. നിങ്ങൾക്ക് പോയി പഠിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ കഴിയാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ കാണുന്നു ചെയ്യുന്നു. പക്ഷെ അതിലൊരു തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തണമെങ്കിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം. അതിന് ഒരു പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയും കൂടാതെ തന്നെ അതിൽ ജോയിൻ ചെയ്യാം. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് കൊണ്ട് നിങ്ങളുടെ അടുത്ത് ഫീ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഫീ തരുന്നവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നു. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്കാണ് ഇനി വേറെ പുതിയ ക്ലാസ്സുകൾ ഫീ കൊടുത്ത് ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഒന്നുമല്ല. നമ്മുടെ ഫ്രീ ക്ലാസ് തന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങളുടെ വർക്ക്സിൻ്റെ എന്തെങ്കിലും തെറ്റ് പോരായ്മകൾ തിരുത്താനും അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ അത് ഞാൻ എടുത്ത് പറയാൻ കാരണം താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. പിന്നെ അത് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ അതൊരു നിങ്ങൾക്കൊരു പ്രശ്നമാവരുത്. ഇതുവരെ ഒരാൾക്കും ഒരു പ്രശ്നം വന്നിട്ടില്ല. ജോയിൻ ചെയ്ത ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കരുതെന്ന് ഞാൻ കുറേ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഗ്രൂപ്പിൽ തന്നെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോവുക. മീൻസ് എന്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോവുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും മെസ്സേജ് കാര്യങ്ങളോ വരില്ല.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ വർക്കിനെ കുറിച്ചും പറയാനുള്ളത്. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാവരും നീറ്റായിട്ടും വൃത്തിയായിട്ടും അതുപോലെ തന്നെ നല്ല നല്ല ഡിസൈൻസ് സെലക്ട് ചെയ്തിട്ട് തന്നെ ചെയ്യുക കേട്ടോ. നമ്മളുടെ വരയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ക്ലാസ് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്തതും ഇപ്പോൾ ഈ ഒരു നമ്മൾ എക്സ്ട്രാ സ്റ്റിച്ച് കൊടുത്ത് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. പെർഫെക്റ്റ് ആയിട്ട് നിൽക്കട്ടെ, ഇങ്ങോട്ട് ഒരു ട്യൂബ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ഫസ്റ്റത്തെ ആ ഒരു ചെയ്ത ആ ഒരു ഡിസൈനും ഇപ്പോൾ ചെയ്ത ഡിസൈനും ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ഡിസൈൻ എടുത്ത് ചെയ്ത് കാണിച്ചു തന്നത്. നിങ്ങൾ നല്ല പോലെ നല്ല വർക്കുള്ള ഡിസൈൻ തന്നെ ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ ചെയ്ത് നോക്കുക. നല്ല നല്ല ഡിസൈനായിട്ട് മോട്ടിഫിൽ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ഡിസൈനായിട്ടും നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ.